മോള് പുറത്താക്കിയതിനാണ് ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. അസ്സലാമു അലൈക്കും. ഒന്ന് നമുക്ക് ഒരു നുള്ളിപ്പുളിച്ചാറ് വെക്കാം. നുള്ളിപ്പുളിച്ചാറ് പറഞ്ഞൊക്കെ അരിഞ്ഞ് വെക്കണതിനാണ് നുള്ളിപ്പുളിച്ചാറ് പറയുന്നത്. അപ്പോൾ നമുക്കെന്നാൽ അത് വെക്കാം. വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചോറിനൊക്കെ നന്നായിരിക്കും. ഇപ്പോൾ ചോറിന് മാന്തൾ വറുത്താണ്, പച്ച മാന്തൾ വറുത്തിട്ടുണ്ട്. അപ്പോൾ രസം വെക്കാൻ വിചാരിച്ചിട്ട് വെക്കണം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവയിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉലുവയിടാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ജീരകം ഇടാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ്. പെട്ടെന്ന് നമുക്ക് തിരക്ക് പിടിച്ചിട്ടുള്ളൊരു അത് ചെയ്യണത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്നൊരു കറിയാവും. ഇത് കടുകിടാം. രണ്ട് വറ്റൽ മുളകിടാം. നമുക്ക് കറിവേപ്പിലും മസാലകളൊക്കെ കൂടി കൊടുക്കാം. അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ കൂടി കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് നല്ല മൂത്ത മണം വരും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് അത് സോഫ്റ്റാകാൻ വേണ്ടിയിട്ട് പച്ചമാന്തളാണ് പൊരിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് രസത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ആയതുകൊണ്ടൊന്ന് വലിയ കുറച്ച് ഉറങ്ങാനൊക്കെ നിന്നു. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങിപ്പോയി എണീക്കാത്തിരി നേരം വഴി. സ്കൂളുണ്ടെങ്കിലാണ് പിന്നെ സ്കെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പണി നിർത്തി. ഇന്ന് പറഞ്ഞ് ഞാൻ ഇത്തിരി കിടക്കട്ടെ ഞാനേ കടന്നു. കുട്ടികൾക്ക് സ്കൂളും ഇല്ല, അവൾക്ക് ഓഫീസും ഇല്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കടന്നു. ഒരുപാട് എളുപ്പം രസം വെക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് രസം ഉണ്ടാക്കിട്ടെ. ഞാൻ രസം ഉണ്ടാക്കാൻ തോന്നുന്നു. മീനപ്പത്തിനോട് നന്നാക്കി തന്നപ്പോൾ നമുക്ക് മീനും ഉണ്ടാക്കാം. നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി നല്ല ഇത്തിരി കുറച്ച് തക്കാളി ഇതൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ കൂടി അതിന് 2 വറ്റൽമുളക് ഇട്ടിട്ട് കടുക്, ഉലുവ, നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് ഇതാണ്ട് പൊട്ടിയിട്ട് ഇളക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത്തിരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇടുന്നത് നമുക്ക് ഒരു കൈ കൊണ്ടായതുകൊണ്ട് സഹായിച്ചില്ല കാണിക്കാൻ. പിന്നെ എന്തെങ്കിലും ഇന്ന് അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ അവൾ പറയും ഉമ്മാൻ്റെ ഒരു വ്ളോഗൊക്കെ ഉമ്മക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ശ്രദ്ധിക്കണമെന്ന് ഉണ്ടാവില്ല, കുറച്ച് വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഇത് മൂത്ത ശേഷം നമുക്ക് മുളക് പൊടി ഒരു മൂത്ത മണം വരും. ഈ ജീരകവും നല്ല ജീരകവും ഉലുവയും ഇതെല്ലാം കൂടിയിട്ട് എല്ലാ മസാലയും ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് രസപ്പൊടി കൊട്ടിക്കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി കൊട്ടിക്കൊടുക്കുക. പിന്നെ ലേശം കായപ്പൊടി ഇടാം. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് അതൊന്ന് മൂത്ത മണം പോലെ വരും. ഇതൊന്ന് എണ്ണയിലിട്ട് ഇളക്കുമ്പോൾ ഒരു നല്ല മണം വരും. അതിന് ശേഷം പുളി ഒഴിക്കാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് അതിന് ശേഷം നന്നായി തിളക്കണം. മറ്റേ രസങ്ങളൊന്നും അധികം തിളക്കില്ലല്ലോ. ഇത് നന്നായി തിളക്കണം. തിളച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് അറിയുള്ളൂ. നമുക്കിത് തിളച്ച ശേഷം നമുക്ക് തിളച്ച് ലാസ്റ്റ് നമുക്കിതിൽ കുറച്ചും കൂടി കായപ്പൊടി, കുറച്ച് രസപ്പൊടി, കുറച്ച് ഇതും കുരുമുളക് പൊടി ഇടാം. ടോപ്പിൽ ഇത് ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ മീൻ പൊരിക്കാനിടാം. കുട്ടിയൊക്കെ വിശന്ന് കിടക്കും അവർക്കൊക്കെ. ഇത് തിളക്കണം മുമ്പിട്ട് നമുക്ക് ഇത് ചെയ്യാം. മീൻ പൊരിക്കാടാം. പഴയ ദോശക്കല്ലിലാണ് ചുട്ട മാന്തളൊക്കെ വറുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചട്ടികളിൽ വറുക്കുക നല്ലത്. പിന്നെ ഇതിലധികം മസാലകളൊന്നുമില്ല. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും വെറുതെ കറിവേപ്പില ലാസ്റ്റ് ഇടും. അത്ര തന്നെ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരുപാട് സുർക്കത്തിരി ഒഴിക്കുന്നില്ല, ലേശം. അപ്പോൾ അല്ലാണ്ട് എനിക്ക് കുറേ മസാലകളൊന്നും ഇതിൽ കടൽ മീനുകളൊന്നും ഞാൻ ചേർത്തില്ല. പിന്നെ ഇങ്ങനെ പുഴമീനൊക്കെ മേടിക്കുമ്പോഴാണ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് രസപ്പൊടി ഇടാം. പിന്നെ കുറച്ചും കൂടി കായപ്പൊടി ഇടാം. ലേശമൊക്കെ ലാസ്റ്റ് ഇടുന്നതുകൊണ്ട് ഇത്. പിന്നെ കുരുമുളക് പൊടി എപ്പോഴും ടോപ്പിൽ കുരുമുളക് പൊടി ഇടുമ്പോൾ നന്നായിരിക്കും രസത്തിൽ. ഇനിയിപ്പോൾ മതി. ഇത് ഒതുങ്ങിയ ശേഷം നമുക്ക് മല്ലിയില ഇടാം.
ഞാൻ അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യുക.